മാർച്ച് 13 ബുധനാഴ്ച, നോമ്പുകാലത്തിലെ 4-ാമത്തെ ആഴ്ച. യോഹന്നാൻ 5:17 മുതൽ 30 വരെ വാക്യങ്ങൾ. ഒരിക്കൽ ഒരു ശിഷ്യൻ തൻ്റെ ഗുരുവിനോട് പറഞ്ഞു, എനിക്ക് ദൈവത്തെ കാണണം. നീ ഇപ്പോൾ അവനെ നോക്കുകയാണ്. ഗുരു മറുപടി പറഞ്ഞു, പിന്നെ എന്തുകൊണ്ടാണ് എനിക്ക് അവനെ കാണാൻ കഴിയാത്തത്? അപ്പോൾ ഗുരു പറഞ്ഞു, എന്തുകൊണ്ടാണ് കണ്ണ് സ്വയം കാണാത്തത്? പിന്നീട് അദ്ദേഹം വിശദീകരിച്ചു, ഒരു കത്തി സ്വയം മുറിക്കുകയോ ഒരു പല്ല് സ്വയം കടിക്കുകയോ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ദൈവം തന്നെ വെളിപ്പെടുത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനാവില്ല. ഇന്നത്തെ സുവിശേഷ വായനയിൽ യേശു താനും പിതാവുമായുള്ള ബന്ധവും വിശദീകരിക്കുന്നത് നമുക്ക് കാണാം. യേശുവിനെ കാണുന്ന ഏതൊരാളും പിതാവിനെ കണ്ടിട്ടുണ്ടാകത്തക്ക വിധം ബലികുടീരമായി തന്നെ അർപ്പിച്ച പ്രിയപ്പെട്ട പൂർണ്ണപുത്രനാണ് അവൻ. അതുകൊണ്ടാണ് അവൻ്റെ വഴിയിലല്ലാതെ മറ്റൊരു മാർഗവുമില്ല. യേശുവിനെ നിരസിക്കുക എന്നാൽ അവനെ അയച്ച പിതാവിനെ നിരസിക്കുക എന്നാണ്. തീർച്ചയായും യേശു മനുഷ്യാവതാരം ചെയ്ത ദൈവമാണ്. ഇമ്മാനുവൽ, ദൈവം നമ്മോടൊപ്പം. അവനിൽ പിതാവായ ദൈവത്തിൻ്റെ പൂർണ്ണമായ പ്രതിഫലനം നമുക്ക് കാണാൻ കഴിയും. അവനിൽ ദൈവം ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല, സ്വർഗത്തിലുള്ള നമ്മുടെ പിതാവ് എന്ന നിലയിൽ ദൈവത്തോടും നമ്മുടെ ഭൗമിക പിതാവിനോടും നാം എങ്ങനെ ബന്ധപ്പെടണം എന്നതിൻ്റെ ആത്യന്തിക മാതൃകയാണ് യേശു. സ്നേഹനിമിത്തം കുരിശിലെ മരണമാണെങ്കിൽ പോലും അവൻ തൻ്റെ പിതാവിൻ്റെ ഇഷ്ടം അനുസരിച്ചു. അതിനാൽ പിതാവ് അവന് മഹത്വവും ന്യായവിധി നടത്താനുള്ള അധികാരം ഉൾപ്പെടെയുള്ള ശക്തിയും നൽകി. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 27-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്ന്. മാത്രമല്ല, നാം ജ്ഞാനസ്നാനമേറ്റപ്പോൾ അവൻ്റെ പുത്രന്മാരും പുത്രിമാരും ആയിത്തീർന്നു. അപ്പോൾ നമ്മൾ എത്രത്തോളം ദൈവത്തിൻ്റെ മക്കളായി പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ പെരുമാറുന്നു എന്നതാണ് ചോദ്യം. മറ്റുള്ളവർ നമ്മളെ കാണുമ്പോൾ നമ്മിൽ ദൈവത്തിൻ്റെ രൂപം കാണുന്നുണ്ടോ? നമ്മുടെ സ്വർഗസ്ഥനായ പിതാവുമായും പരസ്പരവുമായുള്ള നമ്മുടെ ബന്ധത്തിൽ നാം യേശുവിനെ പോലെ ആയിരിക്കാൻ പ്രാർത്ഥിക്കാം. തൻ്റെ സ്വന്തം ഇഷ്ടമല്ല, പിതാവിൻ്റെ ഇഷ്ടമാണ് താൻ ചെയ്യുന്നതെന്ന് യേശു നമ്മോട് പറയുന്നു. അത് അവനെ അയച്ചവനോടുള്ള പൂർണ്ണമായ അനുസരണമാണ്. യേശുവിനെ അനുഗമിക്കുക എന്നത് അതുതന്നെയാണ്. നമ്മുടെ ഇഷ്ടമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുക. ദൈവത്തെ നമ്മുടെ പിതാവായി സ്നേഹിക്കുകയും നാം നമ്മെ തന്നെ സ്നേഹിക്കുന്നത് പോലെ പരസ്പരം സ്നേഹിക്കുകയും ചെയ്യുക എന്നതാണ് തൻ്റെ മക്കളോടുള്ള ദൈവത്തിൻ്റെ പൊതുവായ ഇച്ഛ. നാം പരസ്പരം ഒരു കുടുംബമായി പെരുമാറണമെന്നത് അവൻ്റെ ഇഷ്ടമാണ്. പ്രിയപ്പെട്ടവരെ,
തൻ്റെ പിതാവിൻ്റെ ഇഷ്ടം പൂർണ്ണമായി അനുസരിക്കുന്ന യേശുവിനെ പോലെ ആയിത്തീരാൻ നാം നിരന്തരം പ്രാർത്ഥിക്കണം. നാം എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളിലും പിതാവിൻ്റെ ഇഷ്ടം അന്വേഷിക്കുമ്പോൾ നമ്മെ എപ്പോഴും നയിക്കാൻ യേശു നമ്മോടൊപ്പം ഉണ്ടാകും. എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.